Hi friends, welcome to my YouTube channel H Media. ഈ വീഡിയോയിലൂടെ ക്ലോത്ത് മോഡിഫയർ യൂസ് ചെയ്ത് ക്വിക്കായി ഒരു കുഷ്യൻ എങ്ങനെ മോഡൽ ചെയ്യാമെന്നാണ് പറയാൻ പോകുന്നത്. ഇന്റീരിയർ സീനുകൾ ഡെക്കറേറ്റ് ചെയ്യുന്നതിനായി കുഷ്യൻസ് യൂസ് ചെയ്യുന്നത് പതിവാണ്. ഇതുപോലെ ഇന്റീരിയർ സീനുകളിലേക്ക് കുഷ്യൻസ് ക്രിയേറ്റ് ചെയ്യുന്നതിനായി ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യേണ്ടി വരാറുണ്ട്. ക്ലോത്ത് മോഡിഫയർ യൂസ് ചെയ്ത് വളരെ റിയലിസ്റ്റിക് ആയ കുഷ്യൻസ് ഏതാനും മിനിറ്റ്സുകൾക്കുള്ളിൽ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ക്ലോത്ത് മോഡിഫയർ യൂസ് ചെയ്ത് റിയലിസ്റ്റിക് ആയ കുഷ്യൻസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, ഈ മെത്തേഡ് യൂസ് ചെയ്യുന്നതിലൂടെ കോംപ്ലക്സ് ആയ മോഡലിംഗ് ചെയ്യുന്നതിനായി മണിക്കൂറുകൾ സ്പെൻഡ് ചെയ്യുന്നത് എങ്ങനെ സേവ് ചെയ്യാമെന്നെല്ലാം ഈ വീഡിയോയിലൂടെ ചെക്ക് ചെയ്യാം. 55x55 ഒരു കുഷ്യനാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ആദ്യമായി ഈ ഒരു കുഷ്യൻ ക്രിയേറ്റ് ചെയ്യുന്നതിനായി സ്റ്റാൻഡേർഡ് പ്രിമിറ്റീവ്സിൽ നിന്നും ഒരു ബോക്സ് ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഈ ഒരു ഫ്രണ്ട് വ്യൂവിൽ ഞാൻ ഇതുപോലെ ഒരു ബോക്സ് ഡ്രോ ചെയ്യുകയാണ്. ഇനി നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കുഷ്യന്റെ സൈസ് നമുക്കിതിൽ സെറ്റ് ചെയ്യേണ്ടതാണ്. നമ്മളിവിടെ മില്ലിമീറ്റർ ആണ് യൂസ് ചെയ്യുന്നത്. ഈ ഒരു ലെങ്ത്തിലും വിഡ്ത്തിലും 550 ഇതുപോലെ സെറ്റ് ചെയ്യുകയാണ്. ഇതിന്റെ ഹൈറ്റിൽ 10 മില്ലിമീറ്റർ മാത്രമാണ് സെറ്റ് ചെയ്യുന്നത്. നമ്മൾ ഇതുപോലെ ഒരു ബോക്സ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. അടുത്തത് ഇതിൽ ക്ലോത്ത് മോഡിഫയർ യൂസ് ചെയ്യുന്നതിനായി സെഗ്മെന്റ്സുകൾ ആഡ് ചെയ്യേണ്ടതാണ്. നമുക്കിതിന്റെ ലെങ്ത്തിലും വിഡ്ത്തിലും സെഗ്മെന്റ്സുകൾ ആഡ് ചെയ്യാം. നമ്മൾ ഇതുപോലെ ഈ ഒരു ലെങ്ത്തിലും വിഡ്ത്തിലും 50 സെഗ്മെന്റ്സുകൾ വീതം ആഡ് ചെയ്തിരിക്കുകയാണ്. ഈ ഒരു ബോക്സിന്റെ ഹൈറ്റ് 10 മില്ലിമീറ്റർ സെറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ഇതിന്റെ ഹൈറ്റ് സെഗ്മെന്റ്സ് ഡിഫോൾട്ടായി തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇനി ഈ ഒരു മോഡിഫയർ ലിസ്റ്റിൽ നിന്നും ഈ ഒരു ബോക്സിലേക്ക് ക്ലോത്ത് മോഡിഫയർ സെലക്ട് ചെയ്തുകൊണ്ട് ആഡ് ചെയ്യാം. നമ്മൾ ഈ ഒരു ബോക്സിലേക്ക് ഇതുപോലെ ഈ ഒരു ക്ലോത്ത് മോഡിഫയർ ഇവിടെ ആഡ് ചെയ്തതായി ഇതിൽ കാണാവുന്നതാണ്. ഇനി ഒബ്ജക്റ്റ് പ്രോപ്പർട്ടീസ് ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്യാം. നമ്മൾ ക്രിയേറ്റ് ചെയ്ത ബോക്സ് ഇവിടെ കാണാവുന്നതാണ്. ഇവിടെ ഒബ്ജക്ട്സ് ഇൻ സിമുലേഷൻ എന്ന ഈ ഒരു ഓപ്ഷനിൽ ഈ ഒരു ബോക്സിനെ സെലക്ട് ചെയ്യാം. ഇനി റൈറ്റ് സൈഡിൽ ഇൻആക്റ്റീവ്, ക്ലോത്ത് എന്ന രണ്ട് ഓപ്ഷനുകളാണ് നമ്മൾ ഇതിൽ കാണുന്നത്. ഈ ഒരു ബോക്സിനെ ക്ലോത്ത് ആയി നമുക്കിതിൽ ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്യാം. ഇനി ഒരു ക്ലോത്തിലേക്ക് റിയൽ ഫാബ്രിക്കിൻ്റെ സോഫ്റ്റ്നെസ്, ഫ്ലെക്സിബിലിറ്റി തുടങ്ങിയ ലഭിക്കുന്നതിനായി ഇതിൻ്റെ പ്രോപ്പർട്ടീസിൽ അഡ്ജസ്റ്റ്മെൻറ്റുകൾ ചെയ്യേണ്ടതാണ്. ക്ലോത്ത് പ്രോപ്പർട്ടീസ് എന്ന ഈ ഒരു ഓപ്ഷനിൽ പ്രിസെറ്റ്സ് ആഡ് ചെയ്തുകൊണ്ടും ഫ്ലെക്സിബിലിറ്റി, സോഫ്റ്റ്നെസ് തുടങ്ങിയവ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നമുക്കൊരു പ്രിസെറ്റിൽ ക്ലിക്ക് ചെയ്യാം. ഒരുപാട് ക്ലോത്ത്സിൻ്റെ ടൈപ്പുകൾ നമുക്കിതിൽ കാണാവുന്നതാണ്. കോട്ടൺ എന്ന ഈ ഒരു ടൈപ്പാണ് സെലക്ട് ചെയ്യുന്നത്. നമ്മളിത് സെലക്ട് ചെയ്തപ്പോൾ ഇതിൻ്റെ പ്രോപ്പർട്ടീസിൽ ഇവിടെ വാല്യൂസ് ചേഞ്ച് ആയതായി ഇവിടെ കാണാവുന്നതാണ്. അടുത്തതായി ഈ ഒരു കുഷ്യൻ ക്രിയേറ്റ് ചെയ്യുന്നതിനായി ഇതിൻ്റെ പ്രഷർ സെറ്റിംഗ്സ് ആണ്. ഈ ഒരു പ്രഷർ എന്ന ഓപ്ഷനിൽ 100 ആണ് ഞാൻ ഇതിൽ സെറ്റ് ചെയ്യുന്നത്. ഡാമ്പിംഗ് എന്ന ഈ ഒരു ഓപ്ഷൻ ഇതിൽ കാണാവുന്നതാണ്. ഇതിൽ 80 നമുക്ക് സെറ്റ് ചെയ്യാം. ഈ ഒരു പ്രഷർ, ഡാമ്പിംഗ് തുടങ്ങിയ ഓപ്ഷനുകളിൽ നമ്മൾ വാല്യൂ സെറ്റ് ചെയ്യുന്നതിലൂടെ സോഫ്റ്റ് ആൻഡ് റിയലിസ്റ്റിക് ആയ കുഷ്യൻസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അടുത്തതായി നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഈ ഒരു കുഷ്യൻ്റെ ഷേപ്പ് കൺട്രോൾ ചെയ്യുന്നതിനായി ഒരു കൊളീഷൻ ഒബ്ജക്റ്റ് ആഡ് ചെയ്യേണ്ടതാണ്. നമ്മൾ ഈ ഒരു സോഫയാണ് ഇതിലേക്ക് കൊളീഷൻ ഒബ്ജക്റ്റായി യൂസ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു സോഫ ഇതിൽ കൊളീഷൻ ഒബ്ജക്റ്റായി യൂസ് ചെയ്യുന്നതിലൂടെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഈ ഒരു കുഷ്യൻ ഈ ഒരു സോഫയിലേക്ക് വളരെ റിയലിസ്റ്റിക് ആയി പ്ലേസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ ഒരു സോഫ നമ്മൾ ഈ ഒരു ക്ലോത്ത് മോഡിഫയറിലേക്ക് ആഡ് ചെയ്യുന്നതിനായി ആഡ് ഒബ്ജക്ട്സ് എന്ന ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. ഇവിടെ ആഡ് ഒബ്ജക്ട്സ് ടു ക്ലോത്ത് സിമുലേഷൻ എന്ന ഒരു വിൻഡോ നമുക്കിതിൽ ഓപ്പണായി ലഭിച്ചിരിക്കുകയാണ്. ഇവിടെ ഒരു സോഫ, അതിൻ്റെ ലെഗ് തുടങ്ങിയ ഇവിടെ കാണാവുന്നതാണ്. നമുക്ക് ഈ ഒരു സോഫ മാത്രം ഇതിൽ സെലക്ട് ചെയ്തുകൊണ്ട് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇനി നമ്മൾ ആഡ് ചെയ്ത ഈ ഒരു സോഫ ഒരു കൊളീഷൻ ഒബ്ജക്റ്റായി മാറ്റുന്നതിനായി ഇവിടെ സെലക്ട് ചെയ്ത് ഇതിൽ കൊളീഷൻ ഒബ്ജക്റ്റ് എന്ന ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്യേണ്ടതാണ്. ഇതിലൂടെ നമ്മൾ ഈ ഒരു സോഫ ഒരു കൊളീഷൻ ഒബ്ജക്റ്റായി ഇതിൽ സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി ഓക്കെ പ്രസ് ചെയ്യാം. അടുത്തതായി ക്ലോത്തിൻ്റെ സിമുലേഷൻ പാരാമീറ്റർ ആണ്. ഈ ഒരു സിമുലേഷൻ പാരാമീറ്ററിൽ ഗ്രാവിറ്റി -980 ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ബൈ ഡിഫോൾട്ടായി ഈ ഒരു വാല്യൂ ഇവിടെ നമുക്ക് കാണാവുന്നതാണ്. നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഈ ഒരു കുഷ്യൻ്റെ ഈ ഒരു ഷേപ്പ്
ഈ ഒരു സോഫയിലേക്ക് കൊളീഷൻ ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യുന്നതിനായി ഈ ഒരു ഓപ്ഷൻ നമുക്ക് ആവശ്യമാണ്. ഒരു ആംഗിളിൽ ഞാൻ ഈ ഒരു ബോക്സിനെ ഇതുപോലെ പ്ലേസ് ചെയ്തിരിക്കുകയാണ്. ക്ലോത്ത് മോഡിഫയർ യൂസ് ചെയ്യുന്ന ഒബ്ജക്റ്റിൻ്റെ പൊസിഷൻ ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ സെറ്റ് ഇനീഷ്യൽ സ്റ്റേറ്റ് എന്ന ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യേണ്ടതാണ്. ഇനി സിമുലേറ്റ് എന്ന ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ ഒരു കുഷ്യൻ്റെ സിമുലേഷൻ നമുക്കിതിൽ സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ വളരെ ക്വിക്കായി ഈ ഒരു കുഷ്യൻ നമുക്കിതിൽ ക്രിയേറ്റ് ആവുന്നതായി കാണാവുന്നതാണ്. 0 to 100 ഫ്രെയിമിലാണ് ഇതിൻ്റെ കാൽക്കുലേഷൻ ഇവിടെ നടക്കുന്നത്. നമുക്ക് ആവശ്യമായ റിസൾട്ട് ലഭിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ക്യാൻസൽ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇതിൻ്റെ സിമുലേഷൻ സ്റ്റോപ്പ് ചെയ്യാവുന്നതാണ്. ഞാൻ ഈ ഒരു സ്റ്റോപ്പിൽ ക്ലിക്ക് ചെയ്ത് ഇതിൻ്റെ സിമുലേഷൻ ഇവിടെ സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ്. നമ്മുടെ കുഷ്യൻ വളരെ ക്വിക്കായി ഇവിടെ ക്രിയേറ്റ് ആയതായി കാണാവുന്നതാണ്. ഈ ഒരു സിമുലേഷൻ ഇവിടെ 10 ഫ്രെയിംസിലാണ് നമ്മൾ ക്യാൻസൽ ചെയ്തിരിക്കുന്നത്. ഈ ഒരു ടൈം സ്ലൈഡർ നമ്മൾ പ്ലേ ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു ആനിമേഷൻ നമുക്കിതിൽ കാണാവുന്നതാണ്. നമുക്ക് ആവശ്യമുള്ള ഫ്രെയിം സെലക്ട് ചെയ്ത് അതിനുശേഷം ഇനി ഒരു ഒബ്ജക്റ്റിനെ കൺവേർട്ട് ചെയ്ത് എഡിറ്റബിൾ പോലെ ആക്കാവുന്നതാണ്. ഇനി ഇതിൻ്റെ എഡ്ജുകൾ സ്മൂത്ത് ആക്കുന്നതിനായി മോഡിഫയർ ലിസ്റ്റിൽ നിന്നും ടർബോ സ്മൂത്ത് ഇതിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഇവിടെ ഇതുപോലെ വളരെ ക്വിക്കായി ഹൈലി റിയലിസ്റ്റിക് ആയ ഒരു കുഷ്യൻ നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ഇതുപോലെ നമുക്ക് ആവശ്യമുള്ള സൈസുകളിൽ കുഷ്യൻസിനെ വളരെ ഈസിയായി ക്രിയേറ്റ് ചെയ്യുന്നതിനായി ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാവുന്നതാണ്. ഇത്രയുമാണ് ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്താനായി സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക.